ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് എൻ്റെ കയ്യിലുള്ള ഈ ഒരു കാറ് ഒരു പുതിയ രീതിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ്. സാധാരണ ഇത്തരം ക്ലോക്ക് ബാറ്ററികളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കാറാണ്. ഈ കാറിനെ നമുക്ക് ഒരു മൊബൈൽ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് വളരെ അടിപൊളിയാക്കിയിട്ട് അതിന് 2 ഹെഡ്ലൈറ്റൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ മോഡലാക്കാം. ഇത്തരം ബാറ്ററികളാവുമ്പം നമുക്ക് 1-2 ദിവസം മാത്രമേ അതിൻ്റെ ലൈഫ് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് യൂസ് ചെയ്യാതെ ഇത്തരം ടോയ്സുകളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇനി ഇതിൻ്റെ പാർട്ട് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ബോഡി, ഇത് ചേസ്, ഇത് അതിൻ്റെ കൺട്രോൾ സർക്യൂട്ട് ബോർഡ്, ഇത് മോട്ടോർ, ഇത് ലെഫ്റ്റ് റൈറ്റ് കൺട്രോൾ ചെയ്യുന്ന മോട്ടോർ, ഇത് റണ്ണിങ് ഫോർവേഡ് റിവേഴ്സ് രണ്ടിനുള്ള മോട്ടറാണ്. പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ചാർജറാണ്, ബാറ്ററി ചാർജർ സിസ്റ്റം. ഇത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്നതാണ്, അതുകൊണ്ട് ബാറ്ററിക്ക് കംപ്ലൈൻറ്റുകളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇത് ഞാനൊരു ഓൺലൈൻ പർച്ചേസാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ്. ഇതിന് 230 രൂപയാണ്. ഇത് 5 പീസ് നമുക്ക് കിട്ടാറുണ്ട്. പല ഡിവൈസുകൾക്കും കണക്ട് ചെയ്യാൻ പറ്റും. വേറൊരു സർക്യൂട്ട് ബോർഡോട് ഞാൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാറ്ററി ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നത് ഈ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലിലാണ്. ഇതിലാണ് ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഔട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഡിവൈസുകളിലേക്ക് പവർ എടുക്കേണ്ട ആവശ്യത്തിനുള്ള. ഇവിടെ അതും ഇതുപോലെ ഇവിടെ മൈനസും പ്ലസും മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നേരെ എടുത്തിട്ട് നമുക്ക് ഡിവൈസുകളിലേക്ക് കണക്ട് ചെയ്യാം. ഇനി എങ്ങനെ ഇത് ഫിറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, അതുപോലെ ഞാൻ അഡീഷണൽ ആയിട്ട് ഇതിന് 2 ഹെഡ്ലൈറ്റ് ഈ കാറിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഹെഡ്ലൈറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റിന് ലൈറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളെ പഴയ LED ബൾബിൻ്റെ ESMG സ്ട്രിപ്പിൽ നിന്ന് എടുത്ത ബൾബാണ്. ഇങ്ങനെ 2 എണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ട രീതികളെന്ന് നമുക്ക് നോക്കാം. ബാറ്ററി കണക്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും അതുപോലെ സൈഡ് ഗ്ലാസും വരുന്ന ആ ഗ്ലാസ്സിലേക്കാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വൈൻഡിങ് കമ്പി വെച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നത്. അത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ബാറ്ററി ടെർമിനൽ ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ ചാർജ് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യണം ബാറ്ററി. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പോസിറ്റീവും ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കുക. ഓർഡർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഇതിൻ്റെ കണക്ഷൻ പെർഫെക്റ്റ് ആയിരിക്കും. ബാറ്ററി ടെർമിനൽ ഈ ബാറ്ററി ഞാൻ സർക്യൂട്ടുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ബാറ്ററി ടെർമിനൽ നമ്മുടെ സർക്യൂട്ട് ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ളതാണ് അടുത്ത ജോബ്. ഇനി നമുക്ക് ഈ പാർട്സ് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. ഷോർട്ടാവാതെ ശ്രദ്ധിക്കണം, ബാറ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ടാവരുത്. നെക്സ്റ്റ് നമുക്ക് ഹെഡ്ലൈറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഈ പാർട്ട് കംപ്ലീറ്റ് കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്തു. ബാറ്ററി ഇതിനുള്ളിൽ ഫിറ്റ് ചെയ്ത് വെച്ചു. സർക്യൂട്ട് ബോർഡ് വന്നു. ഇത് നമുക്ക് ചാർജിങ് പോർട്ട് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 2 ഹെഡ്ലൈറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതാണ് ഹെഡ്ലൈറ്റ്. ഈ ഹെഡ്ലൈറ്റ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്.
അപ്പോൾ നമ്മുടെ LED ലൈറ്റ് ഇതിലേക്ക് ഫിറ്റ് ചെയ്തു. LED ഹെഡ് ലാമ്പായിട്ട് ഫിറ്റ് ചെയ്തു. ഒരെണ്ണം ഇവിടെയും ഫിറ്റ് ചെയ്തു, ഒരെണ്ണം ഇവിടെയും ഫിറ്റ് ചെയ്തു. ഇനി ഇത് രണ്ടും നമുക്ക് ഇതിൻ്റെ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യണം. ഈ രണ്ട് വയറാണ് ഇതിൻ്റെ സപ്ലൈ വയർ. ഈ രണ്ട് വയർ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളത്, നമ്മളെ ഹെഡ്ലൈറ്റിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. ആ പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾ ആദ്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഈ ബോർഡിൽ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് രണ്ട് വയർ കണക്ട് ചെയ്യാം. ഇനി ഈ ഹെഡ്ലൈറ്റിൻ്റെ രണ്ട് വയർ നമുക്ക് ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. ഇത് പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹെഡ്ലൈറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഈ ബോഡി ഇതിൻ്റെ ഈ ചേസിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. കണക്ട് ചെയ്യുന്ന ഈ വയർ ഇതിൻ്റെ ആൻറ്റിന വയറാണ്. വയർലെസ് ഇവിടെ ഒരു ഹോൾട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ ബാറ്ററിയുടെ ഔട്ട് വയർ എടുത്തിട്ട് നമുക്ക് ഇതിനുള്ളിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ക്ലോക്ക് ടൈപ്പ് ബാറ്ററി കണക്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നമുക്ക് ഈ വയറും കണക്ട് ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഈ വയർ പോസിറ്റീവിലേക്കും നെഗറ്റീവ് വയർ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് ചാർജ് ചെയ്ത് ഞാൻ കാണിക്കാം. ചാർജ് സർക്യൂട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ചാർജ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സാധാരണ നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളാണ് നിങ്ങളുമായി ഈ ചാനലിൽ കൂടി ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചാർജിങ്ങിലാണുള്ളത്. ബാറ്ററി കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഈ റെഡ് LED ഓഫായി ഒരു ബ്ലൂ LED ബ്ലിങ്ക് ആവുന്നതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. നിറവേഴ്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോസുമായി കാണുന്നവരെ ഗുഡ് ബൈ.